പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം മോശയോട് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്താൻ കൽപ്പിച്ചത് ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. കുരിശിൽ ഉയർത്തപ്പെട്ട ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം രക്ഷിക്കും. വിശുദ്ധ യോഹന്നാൻ 3:16 ദൈവം ലോകത്തെ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ ജീവൻ അർപ്പിച്ചു എന്നും ഉദ്ധാനം ചെയ്ത യേശു ഇന്നും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. മനുഷ്യർ വർഗം മുഴുവൻ്റെയും മോചനത്തിനായിട്ടാണ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട ദീപമായി യേശു മാറിയത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നേക്കും നമ്മോടൊപ്പമായിരിക്കാൻ മറ്റൊരു സഹായകനെ യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മെ പഠിപ്പിക്കുകയും യേശു പറഞ്ഞ കാര്യങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ദൈവവചനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.